ഹായ് സ്റ്റുഡൻസ്, CA ഫൗണ്ടേഷനിലെ തേർഡ് പേപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പേപ്പറിലെ ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജുകളും എക്സാമിന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഈ പേപ്പർ 3 എന്ന് പറയുന്നത് 100 മാർക്സിൻ്റെ പേപ്പറാണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ല, ഇവിടെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അതിൽ ഓരോ ഈച്ച് ക്വസ്റ്റ്യൻസിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം. അതുപോലെ തന്നെ നമ്മുടെ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ തെറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ -0.25 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ മാർക്കിൽ നിന്നും അത്രയും മൈനസ് ആവും. അതായത് 4 ക്വസ്റ്റ്യൻ തെറ്റിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 മാർക്ക് നിങ്ങൾക്ക് കുറയും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവ് മാർക്കിന്റെ സിസ്റ്റം വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാം ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours ആണ്. അതിൽ നമുക്ക് പേപ്പർ 3 എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി 3 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ബിസിനസ് മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ 3 ഭാഗിച്ചിട്ടുള്ളത് പേപ്പർ 3. അതിൽ ബിസിനസ് മാത്തമാറ്റിക്സ് 40 മാർക്കിനും, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് 20 മാർക്സിനും, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വീണ്ടും 40 മാർക്സിനും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ മാർക്ക് ടോട്ടൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 ടോപ്പിക്സും ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെക്ഷൻസിനും ഓരോ ചാപ്റ്റർ വൈസ് എത്രയാണ് വെയിറ്റേജ് ഉണ്ടെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ബിസിനസ് മാത്തമാറ്റിക്സ് വരാം. ബിസിനസ് മാത്തമാറ്റിക്സിന് നമുക്ക് ടോട്ടൽ 40 മാർക്സ് ഉള്ളത്. അതിൽ 20 to 30% എന്ന് പറയുന്നത് 20 to 30% എന്ന് പറയുന്നത് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്. അതായത് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്, ചാപ്റ്റർ 1, ചാപ്റ്റർ 2 ഇക്വേഷൻസ്, ലീനിയർ, ചാപ്റ്റർ 3 ലീനിയർ ഇനീക്വാളിറ്റീസ്. ആ 3 ചാപ്റ്റർ, റേഷ്യോ, പ്രപ്പോർഷൻ എന്നൊക്കെ പറയുന്ന അതിലെ ഓരോ യൂണിറ്റ്സ് ആണ്. സോ ആ 3 ചാപ്റ്ററും പാടെ 20 to 30% വെയിറ്റേജ് ഉണ്ട്. ഏതിലേ പറയുന്നത്? ബിസിനസ് മാത്തമാറ്റിക്സ്. ഇതിൽ ഐസിയുടെ സൈറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് തന്നെ. സോ ദെൻ ഫോർത്ത് ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ഫൈനാൻസ്, കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതാണ്. 30 to 40% ആണ് അതിന് വെയിറ്റേജ് വരുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, സീക്വൻസ് ആൻഡ് സീരീസ്, പിന്നെ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, ബേസിക്സ് ഓഫ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ഫംഗ്ഷൻസ്, അതും അതുപോലെ തന്നെ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ വരുന്നത് ടോട്ടൽ 30 to 50%. അങ്ങനെ ഈ പെർസെൻറ്റേജ് ഇത് പറഞ്ഞിരിക്കുന്നത് ഈ 40 മാർക്സിന്റെ പെർസെൻറ്റേജ് ആണ്. മനസ്സിലായോ? ഈ 40 മാർക്കിൽ ഓരോ ചാപ്റ്റർ വൈസ് എങ്ങനെയാണ് വെയിറ്റേജ് എന്നുള്ളത്. ഓക്കെ, 20 to 30 എന്ന് പറയുന്നത് ഏകദേശം എത്ര ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 to 12 അതായിരിക്കും ഈ 3 ചാപ്റ്ററിനും ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ 40യുടെ 20% 30% ആണ്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഓഫ് ഫൈനാൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിൽ വെയിറ്റേജ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള 32 അല്ലെ, ഇത്രയും ചാപ്റ്ററിനാണ് എന്ത് 30 to 50 ചോദിക്കുന്നത്. പക്ഷെ ഒരൊറ്റ ചാപ്റ്ററിനാണ് 30 to 40. അപ്പൊ അത് കമ്പൽസറി ആയിട്ടും പഠിക്കണം. ഓക്കെ, യെസ്. ദെൻ നമുക്ക് ലോജിക്കൽ റീസണിങ്ങിലോട്ട് അടക്കാം. ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ എവ്രി വൺ അത് സിമ്പിൾ ആയിരിക്കും. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ലോജിക്കൽ റീസണിങ് നമ്മുടെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും പ്രോബ്ലംസ്. ഓക്കെ, യെസ്. നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് 2 hours ഉള്ളത്, അതിൽ 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഒരു അരമണിക്കൂറിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം? 25 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് അപ്രോക്സിമേറ്റ് ഒരു 1 minute ആണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഒരു 1 minute നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ആൻസറിലോട്ട് എത്തണം. അപ്പോൾ ഈ ലോജിക്കൽ റീസണിങ്ങിൽ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ നിങ്ങൾ ആ ഫിഗർ ഒക്കെ പെട്ടെന്ന് വരച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ 100 90% ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യും, ടൈം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൽ അറിയാം എല്ലാവർക്കും ആൻസർ സാധാരണ കിട്ടാറുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്. അവസാനം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ടൈം കിട്ടാത്തൊരവസ്ഥ വരരുത്. അതിൽ വരുന്ന നമ്പേഴ്സ് ടോട്ടൽ 20 മാർക്സ് ആണ്. അതിൽ നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്നത് ആൻഡ് ഓഡ് മാൻ ഔട്ട് എന്ന് പറയുന്നത് 20 to 30%. എല്ലാത്തിൻ്റെ പെർസെൻറ്റേജും സെയിം ആണ്. ഇപ്പൊ 20 to 30% എന്ന് പറയുമ്പോൾ ഈ 20 മാർക്സിന്റെ 20 to 30%. അതായത് 20 മാർക്സിന്റെ 20% 4 മാർക്ക്, 4 to 12. അതായത് ഒരു ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ പഠിച്ചാൽ 4 to 12. ഓക്കെ, 4 to 12. ഓക്കെ, 20%ന്റെ 20% എന്ന് പറയാം. 20 മാർക്സിന്റെ 20% എന്ന് പറയുന്നത് 4.
30% എന്ന് പറയുന്നത് 12 അല്ല, സോറി 6 മാർക്സ്. ഓക്കെ, 20% 30% എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററിന് 4 മുതൽ 6 മാർക്ക് വരെ കിട്ടും. ഓക്കെ, ഇതിൽ ഓരോ ഇതിനും. ഓക്കെ, യെസ്. ഇനി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്. അതും ഈ 40 മാർക്സിന്റെ പെർസെൻറ്റേജ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് 2 ചാപ്റ്ററിൽ 13 ആൻഡ് 14 ചാപ്റ്ററിന്റെ ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 45 to 50. ഓൾറൈറ്റ്, യെസ്. അതിൽ ഫസ്റ്റിൽ 2 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, യെസ്. പിന്നെ പ്രോബബിലിറ്റി തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൽ നമുക്ക് 25 to 30%. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും വെയിറ്റേജ് വരുന്നത് ഫസ്റ്റ് 2 ചാപ്റ്ററിലാണ്, 45 to 50. ബാക്കി വരുന്നതാണ് എന്ത്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ 10 to 15, ഇൻഡെക്സ് നമ്പേഴ്സും 10 to 15. ഇവിടെ ശ്രദ്ധിക്കേണ്ട പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈ 40 മാർക്സിന്റെ ബേസിസിൽ. അപ്പൊ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റേഴ്സ് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് സ്റ്റാറ്റിക്സിൽ. പിന്നെ ഇതിലെല്ലാം നോക്കാം, ലോജിക്കൽ റീസണിങ് എല്ലാവർക്കും എളുപ്പമല്ലേ. സോ നിങ്ങൾ ആ ടൈം നോക്കണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ടൈം ഓക്കെ ആക്കണം. ഒരു ചാപ്റ്റർ പഠിച്ച ഒരു 5 മാർക്ക് അപ്രോക്സിമേറ്റ് ഓക്കെ ആണ് ഏതിൽ, ലോജിക്കൽ റീസൺ. അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഇവിടെ ഉണ്ടോ, ഈ 3 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ ഇതിൽ നമുക്ക് പല ആളുകളും ഇന്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ്റെ എന്ത് ചെയ്യാറില്ല, നോക്കാറില്ല. സോ സെറ്റ്സ്, സീക്വൻസ് ആൻഡ് സീരീസ്, പെർമ്യൂട്ടേഷൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ 30 to 50% നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, യെസ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഓഫ് ഫൈനാൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വെയിറ്റേജിന്റെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ എക്സസൈസും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലോട്ടും ബാക്കിയുള്ള ഗൈഡിലോട്ടൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ടെസ്റ്റിൽ ഡെപ്തിൽ ടെസ്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനഫ് നോളജ് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, വേറെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തേർഡ് പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.